ഹായ്, വെൽക്കം ടു കലവറ. ഇന്ന് നമുക്ക് മലബാറിൻ്റെ സ്വന്തം ഉന്നക്കായ ചെയ്യാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 3 ഏത്തപ്പഴം, 1 കപ്പ് തേങ്ങ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കാപ്പൊടി, നെയ്യ്, അത് വറുക്കാൻ ആവശ്യമായ എണ്ണ. ഇനി നമുക്ക് ഉന്നക്കായ്ക്ക് വേണ്ടുന്ന ഫില്ലിങ്ങിനുള്ളത് തയ്യാറാക്കാം. പാൻ ചൂടായി 1 ടേബിൾ സ്പൂൺ നെയ്യ്, അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് നുറുക്കി വേണം ചേർക്കേണ്ടത്. മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ റെഡിയായി. നമുക്കിനി അത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഒരുപാട് മൂപ്പിക്കൊന്നും വേണ്ട, അതിൻ്റെ ആ വെള്ളം ഒന്ന് മാറിയാൽ മതി. നമ്മൾ എത്ര തേങ്ങയാണോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എത്ര ഏത്തപ്പഴം എടുക്കുന്നോ അതിനനുസരിച്ച് തേങ്ങ എടുക്കുക. തേങ്ങയ്ക്കനുസരിച്ച് പഞ്ചസാരയും മറ്റുള്ളതൊക്കെ ചേർക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഏലക്കാടെ നെയ്യുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചൂടിലിരുന്ന് പഞ്ചസാര അങ്ങ് റെഡി ആയിക്കൊള്ളും. അലിഞ്ഞ് തേങ്ങയോട് ചേർന്നോളും. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് നുറുക്കണം എന്നുള്ളതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയിൽ കൂടിട്ട് ഇതിനെ മാറ്റി വയ്ക്കാം. ഏത്തയ്ക്ക് തൊലി കളഞ്ഞ് നാര് കളഞ്ഞെടുക്കണം. ഇതിന് പുറത്തിങ്ങനെയുള്ള നാരൊക്കെ ഇല്ലേ, അതിനെടുത്ത് കളഞ്ഞാൽ മതി. ഇങ്ങനെ ബാക്കിയുള്ളത് കളഞ്ഞെടുക്കാം. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. ചിലർ സ്മാഷർ ഉപയോഗിക്കും. ഞാൻ തടിത്തവിയാണ് ഉപയോഗിക്കുന്നത്. ഏത്തയ്ക്ക എടുക്കുമ്പോൾ നല്ല പാകത്തിനുള്ള പഴുത്ത ഏത്തയ്ക്ക ആയിരിക്കണം. എല്ലാം ഒരുപോലെ നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇടയ്ക്ക് കഷ്ണങ്ങൾ കിടക്കാൻ പാടില്ല. ഇനി കൈ കൊണ്ട് ഞെവിടിയെടുക്കാം. നല്ല പാകത്തിനുള്ള പഴമാണെങ്കിൽ പാടില്ല, അധികം പഴുക്കുകയും ചെയ്യരുത്, അതുപോലെ പഴുക്കാതിരിക്കുകയും ചെയ്യരുത്. ഒരു മീഡിയം ഇതിൽ പഴുത്തത് വേണം എടുക്കേണ്ടത്. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. എത്രയാണ് വലിപ്പം വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കണം. 5 എണ്ണമാണ്. അതുപോലെ തന്നെ അധികം ചൂടാറുന്നതിന് മുമ്പ് ഇത് ഉടയ്ക്കാൻ നോക്കണം ഏത്തയ്ക്ക, അതായിരിക്കും നല്ലത്. ഇങ്ങനെ ഒതുക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഷേപ്പിൽ വരും.
ഇനി ഇതിലേക്ക് ഫില്ലിങ് വയ്ക്കണം. ഒത്തിരി അങ്ങ് കുത്തി നിറച്ച് വെക്കണ്ട. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ പിന്നെ അത് ചേർത്ത് വെക്കാൻ പ്രയാസമായിട്ട് വരും. ഈ സൈഡിൽ കട്ടി കുറയ്ക്കാൻ നോക്കണം. നമുക്ക് ചേർത്തൊട്ടിക്കേണ്ടതല്ലേ. നടുഭാഗവും കുറയ്ക്കണം, എന്നാലും കൂടുതൽ അരിവ് വേണം നോക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഫില്ലിങ് കഴിക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചേർത്ത് ഒട്ടിക്കണേ. ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ ഉന്നക്കയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കയ്യിൽ ഏത്തയ്ക്ക ഒട്ടുക വല്ലതും ചെയ്യുന്നെങ്കിൽ ശകലം വെള്ളം കയ്യിലൊന്ന് തടവിയാൽ മതി. ഒരുപാടാകരുത്, ഒന്ന് തൂത്താൽ മതി. പാൻ ചൂടായി. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി. ഇനി ഇതിലേക്കിടാം. ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ഉന്നക്ക റെഡി ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട കാര്യമില്ല. പഴമെല്ലാം വെന്തതല്ലേ. നമ്മളെ കൈ കൊണ്ട് പിടിച്ചെടുത്തിടുമ്പോൾ ഒന്ന് പ്രസ്സാവുന്നുണ്ട്. ഇങ്ങനെ ഒന്നും എൻ്റെ മോൾ ഭാഗമല്ല, ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. സ്പൂണോ എല്ലാം വെച്ചാൽ അപ്പോൾ തന്നെ അങ്ങ് റെഡി ആയിക്കോളും. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത ഉന്നക്കായും റെഡിയായി. വളരെ പെട്ടെന്ന് നമ്മൾ ഉന്നക്ക ചെയ്ത് കഴിഞ്ഞാൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.